ബിഗ് ബോസ് മലയാളം സീസൺ 2 ശ്രദ്ധേയയായ മത്സരാർത്ഥിയായിരുന്നു രജിത് കുമാർ. 5ാം സീസണിൽ ചലഞ്ചറായും അദ്ദേഹം ബിഗ് ബോസ് ഹൗസിൽ എത്തിയിരുന്നു. ബിഗ് ബോസിൽ നിന്നും പുറത്തെത്തിയതിനു ശേഷം പല സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. പലരും അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് രജിത് കുമാർ. ഇതുവരെ കഴിഞ്ഞുപോയ ബിഗ് ബോസ് മലയാളം സീസണുകളിലെ എല്ലാ മത്സരാർത്ഥികളെയും എടുത്തു നോക്കിയാലും വളരെ മുന്നിൽ തന്നെയാണ് രജിത് കുമാറിൻ്റെ സ്ഥാനവും. രജിത് കുമാറിൻ്റെ കോച്ചിങ് നന്നായി നേടിയിട്ടാണ് ജിൻഡോ സീസൺ 6 മത്സരിക്കാൻ എത്തിയതെന്നാണ് പ്രേക്ഷകരിൽ ചിലർ പറയാറുള്ളതും. പലപ്പോഴും രജിത് കുമാറിൻ്റെ ട്രിക്കുകൾ സഹമത്സരാർത്ഥികളെ തളച്ചിടാൻ ജിൻഡോ ഉപയോഗിക്കാറുമുണ്ട്. ഇപ്പോഴത്തെ സീസൺ 6 ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ വൈൽഡ് കാർഡുകളായി വന്ന 6 പേരെക്കുറിച്ച് രജിത് കുമാർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വൈറലായി മാറിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിങ്ങനെ: എപ്പിസോഡും BB+ ഞാൻ കാണാറുണ്ട്, ഇടയ്ക്ക് ലൈവും കാണും, അത്രമാത്രം. അഭിഷേക് ശ്രീകുമാർ വന്നപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. ബോൾഡാണ് ആള്, സ്ട്രോങ് ആണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒറ്റ കണ്ടൻറ്റേയുള്ളൂ, വേറൊന്നുമല്ല. അതിനെ വെച്ച് ആദ്യം തന്നെ പണി കിട്ടുകയും ചെയ്തു. കമ്മ്യൂണിറ്റിക്ക് എതിരെയുള്ള ആ ഒരു കണ്ടൻറ്റും വെച്ച് എത്രയെന്ന് പറഞ്ഞു പോകും. ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, ആ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നാൽ ബോർ അടിക്കുക തന്നെ ചെയ്യും. ഇനി അഭിഷേക് ശ്രീകുമാർ എന്ത് ചെയ്യും എന്നുള്ളതാണ് നോക്കേണ്ടത്. എനിക്കിപ്പോൾ അഭിഷേക് ശ്രീകുമാറിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള കണ്ടന്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് ഇപ്പോൾ. പിന്നെ പൂജ കൃഷ്ണ ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റിയാണ്, കുറച്ച് കണ്ടൻസുകളൊക്കെ ഉണ്ട്. പഴയ സീസണുകളിൽ പൂജ നന്നായി പഠിച്ചിട്ടുമുണ്ട്, അത് വേണ്ട സ്ഥലങ്ങളിൽ പ്രയോഗിക്കുന്നുമുണ്ട്. ആള് മിടുക്കിയാണ്. പക്ഷേ വിന്നറാവാനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ട്. സിബിന് അഖിൽമാരാരെ പോലെ വാക്ചാതുര്യമുണ്ട്. രസകരമായി കൊള്ളിച്ചു പറയാനും മിമിക്രിയും മറ്റുമെല്ലാം അയാൾക്കറിയാം. സിബിന് നെഗറ്റീവുകളുമുണ്ട്. സായി കൃഷ്ണയ്ക്ക് ഒറ്റയ്ക്ക് കാറിൽ കയറിയിരുന്ന റിവ്യൂ ചെയ്താൽ പോരെ? സായി എന്തിനാണ് ഭാര്യയും സുഹൃത്തിനെയും എല്ലാം വിളിച്ച് കാറിൽ കയറ്റിയിരുത്തി സംസാരിക്കുന്നത്? അപ്പോൾ ഒരു ബലം സായിക്ക് വേണമെന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഒറ്റയ്ക്കായപ്പോൾ സായി നനഞ്ഞ പടക്കമായി മാറി. സായി പേടിത്തൂറിയായി പോയതുപോലെ തോന്നി. കാരണം സായി കാറിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴെല്ലാം കൂട്ടിന് ഭാര്യയോ സുഹൃത്തോ ബോഡി ഗാർഡൊക്കെ ഉണ്ടാകും. എത്രയോ പേർ കാറിൽ ഒറ്റയ്ക്കിരുന്ന് റിവ്യൂ പറയുന്നു. പക്ഷേ സായി മാത്രം അത് ചെയ്തിട്ടില്ല. കാറുമായി ബിഗ് ബോസിൽ പോയാലും സായിക്ക് പറ്റത്തില്ല. കാരണം ഭാര്യയും സുഹൃത്തും അതിലുണ്ടാകണം. എങ്കിലേ പുള്ളിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വരൂ. ജാസ്മിനും സായിയും ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ ജാസ്മിനെ സഹായിക്കാനാണ് പുറത്തെ കാര്യങ്ങൾ അകത്ത് പോയി അദ്ദേഹം പറഞ്ഞത്. പുറത്ത് കളി കാണാനും കമൻ്റ് അടിക്കാനും എല്ലാവർക്കും സാധിക്കും. പക്ഷേ ഇറങ്ങി കളിക്കുമ്പോഴേ എല്ലാവർക്കും അറിയുകയുള്ളൂ കളി എന്താണെന്നുള്ളത്. വിന്നറായി മുന്നോട്ട് പോകണമെങ്കിൽ റിസ്ക് എടുത്ത് കളിക്കുക തന്നെ വേണം. സായിയിലും എനിക്ക് പ്രതീക്ഷയില്ല. അഭിഷേക് ജയദീപും സ്ട്രോങ് പ്ലെയർ ആണെന്ന് തോന്നിയിട്ടില്ല. പുള്ളി പലപ്പോഴും നല്ല കുട്ടിയാകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും കേൾക്കാൻ തയ്യാറാകുന്നുണ്ട്. സിബിൻ്റെ മുന്നിൽ മറ്റ് 3 ആണുങ്ങളായ വൈൽഡ് കാർഡുകളും വട്ടപൂജ്യം തന്നെയാണ്. നന്ദനയ്ക്ക് കണ്ടന്റ് ഷോർട്ടേജാണ്. ജാസ്മിനെ എതിർക്കുക എന്ന കണ്ടന്റുമായിട്ടാണ് നന്ദന ഹൗസിലേക്ക് എത്തിയത് തന്നെ. അതുകൊണ്ട് അധികം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന ഡൗട്ടാണ് എന്നാണിപ്പോൾ രജിത് കുമാർ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 2 70 ദിവസം പൂർത്തിയാക്കിയപ്പോൾ സഹമത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ചതിൻ്റെ പേരിലാണ് ഡോക്ടർ രജിത് കുമാർ ഷോയിൽ നിന്നും പുറത്തായത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്.